ഹായ്, മെയ്യഴകൻ. ഏതൊരാൾക്കും ഒന്നും നോക്കാതെ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മെയ്യഴകൻ എന്ന് ഞാൻ പറയുന്നില്ല. മിക്കവാറും 2, 3 അഭിപ്രായങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതായത് ഒരു അഭിപ്രായം ഇതൊരു ആഹ്, വെറുതെ ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളതാണെങ്കിൽ, മറ്റൊന്ന് നല്ല ലാഗ് ഉണ്ട്, ലാഗ് അടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതായിരിക്കാം. ഇനി ഒരു വിഭാഗം ആളുകളുണ്ട്. അതായത് ഇതൊരു പക്കാ ഫീൽ ഗുഡ് മൂവിയാണെന്നുള്ളത്. ഞാൻ ഇതില് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഭാഗത്തിലാണ് പെടുന്നത്. ഒരു പക്കാ ഫീൽ ഗുഡ് മൂവി കണ്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഒരു തോന്നലും തോന്നുന്നില്ല. എന്നാൽ 3 മണിക്കൂറാണ് സിനിമ. എനിക്ക് ഒരു സീൻ പോലും വെറുതെ വേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ആ 3 മണിക്കൂർ കാണിച്ചിട്ടുള്ള എല്ലാ സംഭവവും ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി. ഒരുപാട് സ്ഥലങ്ങളിൽ ചിരിക്കാനുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇമോഷണലി കണ്ണ് നിറയുന്ന സീനുകളുണ്ട്. അരവിന്ദ് സ്വാമി അതുപോലെ തന്നെ കാർത്തി രണ്ടുപേരും ബ്രില്യന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊരു സിനിമയാക്കാനുള്ള കഥയാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഇതൊരു ഒരു എന്താ പറയാ, ഒരു പുസ്തകം വായിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു നോവൽ വായിക്കുന്ന പോലെ. അത് ഇതിന്റെ ഓഡിയോ ലോഞ്ച് കാണുന്ന സമയത്ത് ഞാൻ ഈ സിനിമ കാണാനുള്ള പ്രധാന കാരണം അതാണ്. എനിക്ക് ഈ ഓഡിയോ ലോഞ്ചുകൾ കാണാൻ കൂടുതൽ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഓഡിയോ ലോഞ്ച് കാണുന്ന സമയത്ത് സൂര്യ സംസാരിക്കുന്ന സമയത്ത് സൂര്യ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ ചങ്കിലെന്തോ കൊണ്ട് നമ്മൾ പറയില്ലേ കല്ല് കൊണ്ടുവച്ചൊരവസ്ഥ. അതിങ്ങനെ വിഴുങ്ങാനും വയ്യ. അത് ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു ഫീല് വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. ചങ്കും കൊല്ലിയും മണ്ണ് വെക്കാന്ന് പറയും ഞങ്ങള് ഇവിടെ എല്ലാരും മലപ്രകാരം പൊതുവെ എല്ലാരും പറയുന്ന വാക്കാണ്. അങ്ങനെ ചങ്കും കൊല്ലിയും വണ്ണം വെക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ഈ സിനിമ കാണുന്ന സമയത്ത്. ഭയങ്കരമായിട്ടുള്ള ഫീല്. അതിങ്ങനെ ബ്രൊമാൻസ് ആണ്. ആ രണ്ടു പേരുടെ കഥാപാത്രങ്ങൾ മാത്രമാണ് 90% ഈ സിനിമയിൽ സംസാരിക്കുന്നത്. അവരുടെ കോൺവെർസേഷൻസിലൂടെ മാത്രമാണ് കാര്യങ്ങൾ അറിയുന്നത്. ഒരു വില്ലേജിൽ നിന്നും സിറ്റിയിലേക്ക് പോയ ഒരാൾ ഒരു രാത്രി ഈ വില്ലേജിലേക്ക് തന്നെ തിരിച്ചു വരുന്നതും അയാൾ ആരാണ്, അയാൾ എന്താണെന്നുള്ളതൊക്കെ ഇവരുടെ ഈ ഒരു കോൺവെർസേഷനിലൂടെ, ഈ ഒരു കാണിക്കുന്ന പല സീൻസിലൂടെ 3 മണിക്കൂർ നേരം കൊണ്ട് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സിനിമേന്റെ ഒരു ദൗത്യം. അതിനിടയിൽ വരുന്ന രണ്ടുപേരുടെ ആ ഒരു ഇമോഷൻ പ്രേക്ഷകന്റേതായിട്ട് മാറുന്നുണ്ട് ഈ സിനിമയിൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വൻ സംഭവങ്ങളൊന്നുമല്ല, എല്ലാവർക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയല്ല. എന്നാൽ ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് വിഷ്വലി ഭയങ്കര സംഭവം കൊണ്ടോ കൊമേഴ്ഷ്യൽ സിനിമയൊന്നുമല്ല, ഒരിക്കലും കൊമേഴ്ഷ്യൽ സിനിമയല്ല. എന്നാൽ ഒ ടി ടിയിൽ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലാഗ് അടിക്കുന്ന പറഞ്ഞ പല സീൻസും അടിച്ചുവിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒ ടി ടിയിൽ കാണുമ്പോൾ ഏതെങ്കിലും ഒരു സീൻ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ പോലും അതിന്റെ ഇമോഷൻ ഒരു പക്ഷേ, അതിന്റെ ഫീൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. തിയേറ്ററിലാകുമ്പോൾ എന്തായാലും ഒരു 3 മണിക്കൂർ നേരം നമ്മൾ ഇരുന്ന് കാണും. അടിച്ചുവിടാനുള്ള ഓപ്ഷൻ ഇല്ല. ഇറങ്ങിപ്പോകാൻ മിക്ക ആളുകളും നിൽക്കൂല. അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ട് കണ്ട് വരുമ്പോൾ സീൻ ബൈ സീൻ ഇത് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്ന് നമ്മൾ പറയില്ലേ, ഇത് ഇറ്റ്സ് ഹിറ്റ് ഡിഫറെന്റ്ലി എന്ന് പറയില്ലേ, ഡിഫറെന്റ് ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഇത് തട്ടുന്നത്. ആ ഒരു ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ മറ്റു സിനിമകൾ കാണുന്ന പോലെയല്ല, ഇതൊരു വ്യത്യസ്തത നമുക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ആ രണ്ടുപേരുടെ ഇമോഷൻ ഭയങ്കരമായിട്ട് നമുക്ക് കണക്ട് ആവും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇത് ഇപ്പൊ 96 സിനിമയൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാലോ, അതിന്റെ മ്യൂസിക് ഗോവിന്ദ് വസന്ത പുള്ളിക്കാരൻ തന്നെയാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഗംഭീര മ്യൂസിക്കാണ്. ഒരു ഒരു ഹെവൻലി ഫീൽ തരുന്ന മ്യൂസിക്കാണ്. ഇത് എല്ലാവർക്കും വർക്ക് ആവും ചോദിച്ചാൽ ഒരിക്കലും ഇല്ല, എല്ലാവർക്കും വർക്ക് ആവില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷെ നല്ല സുഹൃത്ത് ബന്ധമുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. ഇപ്പോ നമുക്ക് അയാൾ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നലില്ലാതെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന എന്തും അയാളോട് വിളിച്ചു പറയാം, എന്തും തുറന്നു പറയാം. അങ്ങനത്തെ ഒരാൾ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതായത് സിനിമ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു മാജിക് ആയിട്ടായിരിക്കും തോന്നുക. ബാക്കിയുള്ള ആളുകൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്ന സിനിമയോ അല്ലെങ്കിൽ ലാഗ് അടിക്കുന്ന സിനിമയോ ഒക്കെ ആയിരിക്കാം. 3 മണിക്കൂർ നേരമുണ്ട്. പതിയെ പതിയെ തന്നെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഒരു ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം എനിക്കിത് ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലോയിലാണ് പോകുന്നത്. ആ സിനിമയുടെ ഒരു ഫ്ലോയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലയിച്ച് അങ്ങനെ പോകുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടി. കഥ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ വില്ലേജിൽ നിന്നും സിറ്റിയിലേക്ക് പോയ ഒരാൾ തിരിച്ചു വരുന്നതും അയാൾ എന്താണെന്നുള്ള ഒരൊറ്റ രാത്രിയാണ് നടക്കേണ്ടത് കേട്ടോ. ഒരൊറ്റ നൈറ്റ്. എന്നാൽ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഈ 2 കഥാപാത്രങ്ങളുടെ കോൺവെർസേഷനിലൂടെ മാത്രമാണ് കഥ പറഞ്ഞു പോകുന്നത്. അങ്ങനത്തെ ഒരു സംഭവം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് എങ്ങനെയായിരിക്കും ഇവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടാവുക? അവിടെ എങ്ങനെ ഈ ഈ ഈ കഥാപാത്രങ്ങളുടെ ഇമോഷൻ എങ്ങനെ പ്രേക്ഷകരിലേക്ക് ഇവർ എത്തിച്ചിട്ടുണ്ടാവും? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇതിന്റെ മ്യൂസിക് തന്നെയാണ്. അത് ഗോവിന്ദ് വസന്ത് എന്ന് പറയുന്ന മജീഷ്യൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഇവരുടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വീണ്ടും ഓഡിയോ ലോഞ്ചിലേക്ക് പോകേണ്ടി വരും. ഓഡിയോ ലോഞ്ചിൽ അരവിന്ദ് സ്വാമി സംസാരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഇതിൽ പ്രേം എന്ന് പറയുന്ന, പ്രേം തന്നെയല്ല അതിന്റെ പേര്, ഈ സംവിധായകൻ അദ്ദേഹം എഴുതി വെച്ചത് എന്താണോ അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ, അതിന്റെ മുകളിൽ ചെയ്യുന്നു വേണ്ട, അതിനോട് ചേർന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പോലും ഞങ്ങൾ സക്സസ് ആയി എന്നാണ്, അത് അഭിനയിച്ച് കാണിക്കാൻ സക്സസ് ആയി എന്നുള്ളതാണ് ഞങ്ങളുടെ വിചാരം എന്നുള്ളത്. അതുപോലെ പല സീൻസിലും
ഇതെങ്ങനെ നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കും എന്നൊക്കെ ഉള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അന്ന്. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പല സീൻസും വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറയുന്നത് പറഞ്ഞത് കേട്ട് അവിടെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞത് കേട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഒന്നുമില്ല. വളരെ നന്നായി, വളരെ മെച്യൂർഡായി അതിന്റെ മിതത്വം ഉണ്ടല്ലോ കറക്റ്റ് അത് പാലിച്ച മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറങ്ങ് കയറൊന്നും ചെയ്യാതെ വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ തോന്നണം ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ കാണുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ ഒടിടിക്ക് വേണ്ടി കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. ഒടിടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് നെഗറ്റീവ് കേൾക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു സുഹൃത്തോ ഇത്തരത്തിലുള്ള നല്ലൊരു റൊമാൻസ് ബന്ധം നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. കണ്ടിട്ടുള്ള ആളുകൾ മറക്കാതെ കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും കാണാം. കാണുന്നവരെ